സർ, ഇപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ, വിരളി പൂണ്ട് ഇറങ്ങിയിരിക്കുകയാണ്, മതം പൊട്ടി ആനയെ പോലെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അസിമുനീർ ട്രംപിനെ ട്രംപുരാനെ എന്നാണ് വിളിക്കുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്. വിളിച്ച് ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല മച്ചായിട്ടിരിക്കുകയാണ്. നമ്മൾ പാകിസ്ഥാനെ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരും, എണ്ണയുടെ വിൽപ്പനയുടെ രാജാവാക്കി മാറ്റും, ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ എന്തായാലും നല്ല പോലെ കൊണ്ടിട്ടുണ്ട്. ട്രംപിന് പുറം പൊളിഞ്ഞിട്ടുണ്ട്. അതാണ് പല പല കാരണങ്ങളുണ്ടെന്ന് കേൾക്കുന്നത്. അവരുടെ നിസാർ നാസയുടെ ഉപകരണം നമ്മൾ ഇന്ത്യ കയറ്റി വിട്ടതും തൊട്ട് പല പല കാരണങ്ങൾ ആണ് ഈ അമേരിക്കയെ ചൊടിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 25% പ്ലസ് പിന്നെ പിഴയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. റഷ്യയായിട്ട് എണ്ണ വ്യാപാരം നടത്തുന്നു, ആയുധ വ്യാപാരം നടത്തുന്നു. പിഴ എത്രയെന്ന് ഇതുവരെ പറഞ്ഞില്ല. അത് 10% 20 30%. ട്രംപിന് രാവിലെ എഴുന്നേക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അതായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യ നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അതായത് റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങിക്കുന്നതിനൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ എന്നുള്ള രീതിയിൽ ഇവിടെ ഇന്ത്യ നിലപാട് അറിയിച്ചിരിക്കുന്നതാണ് കേൾക്കുന്നത്. എന്താണ് സാർ അതിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നമ്മൾ ഈ പറയുമ്പം വിജയ് ഇപ്പൊ വളരെ തമാശ രൂപേണ ചില കാര്യങ്ങൾ പറഞ്ഞു. വിജയുടെ ഗതികേട് വിജയ്ക്ക് അറിയത്തുള്ളൂ. മനസ്സിലാവും നമ്മളിപ്പോ നമ്മക്കിത് വകവെച്ച് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും അമേരിക്ക നിങ്ങളാരും വിചാരിക്കുന്ന അവസ്ഥയിലല്ല ഇപ്പം. അമേരിക്കയിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 34 ട്രില്യൺ രൂപയുടെ ആഭ്യന്തര കടമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ വാർദ്ധക്യത്തിൽ ഈ ഒരു കാര്യം അമേരിക്കയെ രക്ഷപ്പെടുത്തിയിട്ട് അങ്ങ് പരലോകം പൂണ്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കളിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. പക്ഷെ അത് നടക്കുന്ന ഒരവസ്ഥയില്ല. ഇദ്ദേഹം കളിച്ച കളി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു രാജ്യത്തോടാണ് കളിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. റഷ്യയുമായിട്ട് ഉള്ള എണ്ണ വിൽപ്പന ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കകത്തും നമ്മുടെ സാമ്പത്തിക താല്പര്യം സംരക്ഷിച്ചിട്ട് ഇന്ത്യയുടെ താല്പര്യത്തിന് അനുസൃതമായിട്ട് തീരുമാനമെടുക്കും. അതായത് എണ്ണ വ്യാപാരം തുടരും, ആയുധ വ്യാപാരം തുടരും, മറ്റ് ട്രേഡിങ്ങുകളൊക്കെ തുടരും. നിങ്ങളുടെ ഈ പറയുന്ന തിട്ടൂരം ഞങ്ങൾക്ക് ബാധകമല്ല. അതായത് തിട്ടൂരം എന്ന് പറയുമ്പോൾ ടാക്സ് അല്ലേ ഏർപ്പെടുന്നത്. ഞങ്ങളുടെ സാധനം ഞങ്ങൾ ആ ടാക്സ് ഏർപ്പെടുത്തി അവിടെ കൊണ്ടുതരാം, അവിടെ വേണോ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ അത് മേടിച്ചില്ലേലും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് ഞങ്ങൾ വേറെ മാർഗം കണ്ടോളാമെന്നാണല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ സാധാരണക്കാരനായിട്ട് ഞാനും വിജയം മനസ്സിലാക്കേണ്ടത് എന്തോ, ഈ അമേരിക്കക്കാരന്റെ തിട്ടൂരം പണ്ടത്തെ പോലെ ഏൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഇന്നില്ല. അത് അമേരിക്ക കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മള് ഈ ഒരു രീതിയിൽ, ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം ഇപ്പം മാറുമ്പോൾ അമേരിക്കയ്ക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, അമേരിക്ക നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യം ഇപ്പോഴും അത് തന്നെയാണ്. അതായത് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും എക്കണോമിക്കൽ ഗ്രോത്ത്, GDP എന്നൊക്കെ പറഞ്ഞാല് യൂറോപ്യൻ കൺട്രീസിന്റെ മൊത്തം GDP ഇവന്റെ GDP കൂടെ നോക്കിയാൽ ഇവരുടെ GDP ആവില്ല. അതുപോലെ നാറ്റോ രാജ്യങ്ങൾ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം ഇതുവരെ GCC രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ, ഒരുപക്ഷെ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റ് എതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ ഒക്കെ ഈ ഭയന്നു പോകുന്ന ഒരവസ്ഥ. അപ്പൊ അതേ രീതിയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ അല്ലെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അവര് വിചാരിക്കുന്ന കാര്യം മാത്രം നടന്നുകൊണ്ട് പോകുന്ന ഒരു ലോകക്രമത്തിനകത്ത് ഈ ട്രംപ് വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ പലയിടത്തും താരിഫ് ഉണ്ടാക്കി പല രാജ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റുന്നില്ല. പല രാജ്യങ്ങളും ഞെരുങ്ങുന്നു. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് മറുപടി പറയുന്ന ഒരവസ്ഥ വന്നു. അദ്ദേഹം അതിനകത്ത് രാജ്യങ്ങളുടെ ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഈ താരിഫ് ഒരു 90 ദിവസത്തേക്ക് മാറ്റി കൊടുക്കുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ അദ്ദേഹത്തിന്റെ സ്നേഹം കൂടുതലുള്ള രാജ്യത്തിന് സ്നേഹം കുറവുള്ള രാജ്യത്തിന് കൂടുതൽ പരസ്പരം പുള്ളിയുടെ ഒരു താരിഫ് ഒക്കെ ഇട്ടങ്ങോട്ട് കൊടുത്തു. ഇന്ത്യക്ക് ഇപ്പൊ പലവട്ടം ഈ പറയുന്നത് പോലെ നമ്മുടെ വ്യാപാര കരാർ ഇയാൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ക്ഷീര കർഷകർ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദനം നടത്തുന്നത് ഇന്ത്യയിൽ നിന്ന്. ഇത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ വിജയ്. അല്ലാതെ ഇപ്പം ഒരു ഉപ്രവാത്തി വന്ന് പശു ഇങ്ങനെ ഇല്ല നമ്മുടെ പുരാണത്തിൽ വായിക്കുന്ന പോലെ ചുരത്തി നിന്നൊന്നുമല്ല. ഇത് കർഷകർക്ക് കണ്ടമാനം കാശ് ഇന്ത്യയിൽ നിന്ന് കൊടുത്തു, അവനെ പ്രൊമോട്ട് ചെയ്തു. അപ്പം അവൻ പശുവിനെ വളർത്താൻ തുടങ്ങി, പശുവിനെ വളർത്തി, പശുവിനെ വളർത്തുന്നവനും ആ പശുവിനും വേണ്ട ആഹാരങ്ങളൊക്കെ കൊടുത്ത് ഇത് നമ്പർ 1 ആക്കി വെച്ചേക്ക്. ഇപ്പൊ അയാൾ പറയാം അവിടുന്ന്
ഈ പറയുന്ന പോലെ മീനും ഇറച്ചിയും കൊടുക്കുന്നത് വളർത്തുന്ന പശുവിന്റെ പാല്, അതായത് നോൺ വെജ് പാല് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കണമെന്ന്. നമ്മുടെ പശുവും പാല് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കയറ്റുമതി ഉള്ളതും വിൽക്കാനും പാടില്ലെന്നാ പുള്ളിയുടെ. ഇന്ത്യയിൽ അത് വിൽക്കാനും പാടില്ല. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് പാല് കൊണ്ട് രാവിലെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന 80% ആൾക്കാരുള്ള, അല്ലെങ്കിൽ ആ രീതി വിശ്വസിക്കുന്നവന് അവിടുന്ന് കൊണ്ടുവന്ന് നോൺ വെജുകാരും പാല് കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുവോ? പണ്ട് നമുക്കറിയാമല്ലോ, യുദ്ധത്തിനകത്ത് മൃഗക്കൊഴുപ്പുള്ള വെടിയുണ്ട എന്ന് പറഞ്ഞ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രശ്നം ഉണ്ടാക്കിയ രാജ്യത്ത് അയാള്. അതുപോലെ അവിടുന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന മലക്കറി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണം. ഇവിടെ നമ്മുടെ കർഷകർ അറിയാമല്ലോ, ഏറ്റവും ഇന്ത്യയിലെ ബലവത്തായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക എക്കണോമിക്കൽ ഗ്രോത്തിന് ഏറ്റവും വലിയ ആ ഒരു ആൾക്കാരാ കർഷകർ. അവരെ നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് അവരെ നിലനിർത്തിക്കൊണ്ടുപോകായിരിക്കും. അപ്പൊ അതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങളുടെ സാധനം ഇവിടെ വിൽക്കണം, അത് ഞങ്ങളുടെ സാധനത്തിനകത്ത്, ഞങ്ങളുടെ രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നത് വിൽക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയിൽ വിറ്റുവാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു പോവാം എന്നുള്ള രീതി പറഞ്ഞ പോക്കത്തില്ല. പുള്ളിക്ക് നിർബന്ധം പിടിച്ച ഇവിടെ സാധനം. അപ്പൊ പറഞ്ഞ് അത് നമുക്ക് ചർച്ച ഇവിടെ നിർത്താം. ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ ഇതവിടെ നിൽക്കട്ടെ, നമ്മുടെ എക്കണോമി ഡെഡ് ആണ്. എക്കണോമി ഡെഡ് ഉള്ളതിന്റെ അടുത്തോട്ട് ഇവനെന്താ ഈ ആഗസ്റ്റില് ഈ 25-ാം തീയതി വീണ്ടും ചർച്ചയ്ക്ക് വരും. ഈ എക്കണോമി ഡെഡ് ആയിട്ട് കിടക്കുന്നവൻ എന്തിനാ ചർച്ചയ്ക്ക് വരുന്നത്? അല്ല, ഇപ്പൊ ചോദിക്കുക ചർച്ചയ്ക്ക് വരുന്നത് ഇവനെന്താ വേണം? അതായത് മനസ്സിലാക്കണ്ടേ, ലോകത്ത് ഏറ്റവും കൂടുതൽ വാങ്ങൽ ശേഷിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ പറയുന്ന ചൈനയ്ക്ക് അപ്പുറമാണ് ഇന്ത്യ. അത് ഇവർക്കറിയാം. അതുകൊണ്ട് ലോക രാജ്യങ്ങൾ മൊത്തം ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഷോറൂമിൽ ഒരു കീറിയ മുണ്ടും കീറിയ കൈലിയല്ല, കഴുക്കായ കൈലിയും ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഓടിക്കാറാന്ന് ബെൻസ് കാറാന്ന് നമ്മുടെ ഇന്ത്യ തന്നെ കാണിച്ച് നടന്നു. അവിടുത്തെ വെറുതെ ചെന്നിട്ട് ഇതിന്റെ വില ചോദിച്ചു. അവനെ തള്ളി അപ്പുറത്തിട്ട് അവൻ 2 ചാക്ക് കുറഞ്ഞിട്ട് പറഞ്ഞ ആവശ്യത്തിനുള്ള പൈസ എടുത്തിട്ട് ആ കാറിഞ്ഞ ബാക്കി പൈസ ചാക്കിനകത്ത് വെച്ചേക്കുന്നു. ഇതേലത്തെ ആൾക്കാരുള്ള രാജ്യമാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെയല്ല തമാശല്ല, അത്രയ്ക്ക് വാങ്ങൽ ശേഷിയുണ്ട്. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ, കാരണം ഇതറിയാം, അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്കയുടെ സാധനത്തിന്റെ വില നിങ്ങൾക്ക് അറിയത്തില്ല. എല്ലായിടം കൊണ്ടുനടന്ന് വിൽക്കാനൊക്കെ പാകിസ്ഥാനിൽ കൊണ്ടുപോയി എത്ര എണ്ണം മേടിക്കും? വേറെ ചില രാജ്യങ്ങൾ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്നാലല്ലേ എന്റെ സാധനം വിൽക്കാനൊക്കോ? സമ്പത്തുള്ളവന്റെ അടുത്തല്ലേ വിൽക്കാനൊക്കോ? അപ്പൊ ആ രീതിയിലുള്ള പേടിപ്പീരൊന്നും വേണ്ട. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതിനാണ് ഇന്ന് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞു വന്ന ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന ഈ തീരുമാനം എടുക്കുമ്പോൾ അമേരിക്ക മൊത്തത്തിൽ പെടും. ലോകത്തിലെ ഏറ്റവും നെറുകയിൽ ഉണ്ടായിരുന്ന രാജ്യം, അതായത് ലോകത്തിലെ ഈ പറയുന്ന ലോകക്രമത്തെ മൊത്തം നിയന്ത്രിച്ചിരുന്ന രാജ്യം, ഞങ്ങൾ പറയുന്ന തിട്ടൂരം പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ നിങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം. അതാണ് ഇപ്പോഴും പറഞ്ഞേക്കുന്നത്. റഷ്യ എണ്ണ മേടിച്ച കാണിച്ചു തരും. ഇവനെ കൊണ്ട് പറയിച്ചു, നാറ്റോയെ കൊണ്ട് പറയിച്ചു, യൂറോപ്യൻ കൺട്രീസിനെ കൊണ്ട് പറയിച്ചു. നീ ഒന്ന് കാണിയിടാന്നാ ഇപ്പൊ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ ചുമ്മാ കിടന്ന ഇവന്റെ കൂട്ട് രാവിലെ വൈകിട്ടും കിടന്ന് അലയ്ക്കുന്നു. നീ ഒന്ന് കാണിയിട. ഇപ്പൊ നമ്മൾ മറുപടി പറഞ്ഞേക്കുന്നത് നമ്മളല്ല. ഈ ട്രംപ് പറഞ്ഞതിന് മറുപടി ആരാ പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല പറഞ്ഞേക്കുന്നത്, നമ്മുടെ വിദേശകാര്യ വക്താവാ പറഞ്ഞേക്കുന്നത്. പുള്ളിയുടെ പേര് ഓർക്കുന്നില്ല. അതായത് മറുപടി പറയുന്നത് അതാലും നമ്മൾ മറുപടി പോലും പറയത്തില്ല. മറുപടി പോലും പറയത്തക്ക കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. മറുപടി വേണമെങ്കിൽ സംസാരിക്കാം നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ വിളിക്കുമെന്ന് വിചാരിച്ചു, വിളിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു വന്നത് വീണ്ടും അതിൽ നിന്ന് പോയി. നമ്മുടെ ഈ തീരുമാനത്തോടു കൂടി ഒരു രാജ്യവും ഇനി അമേരിക്കയെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവത്തില്ല. അതാണ് വരാൻ പോകുന്നത്. അമേരിക്കയുടെ തിട്ടൂരങ്ങൾ ഈ പറയുന്നത് പോലെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. അതായത് അമേരിക്കയുടെ തിട്ടൂരം ഇന്ത്യ മഹാരാജ്യം പുല്ലുവിലയ്ക്ക് അല്ലെങ്കിൽ കളയുമ്പോൾ, അല്ലെങ്കിൽ പുല്ലുവിലയുള്ളെന്ന് വിചാരിക്കുമ്പോൾ, അത് ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് വിചാരിക്കുമ്പോൾ, അത് ബാധകമല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ, ഈ പറയുന്ന GCC രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഒരുപക്ഷെ അമേരിക്കന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഇപ്പൊ ഫ്രാൻസ് എടുക്കുന്നത് പോലെ ഒരു നിലപാട് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ആ രാജ്യത്തിന്റെ നിലപാടിനപ്പുറം അമേരിക്കൻ നിലപാടൊന്നും അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അമേരിക്ക ലോകക്രമത്തിൽ ഈ പറയുന്ന 1ാമതുള്ള സ്ഥാനം എഴുതി വെച്ചോ ഈ ഒരു അവസ്ഥയോടുകൂടി പോകാൻ പോവുകയാണ്. ഇനിയും ഈ പറയുന്ന ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനെ അനുകരിച്ച് അതിന് പുറംപറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരവസ്ഥ. അതായത് ഈ ട്രംപ് കാണിക്കുന്ന ഗോഷ്ടിക്ക് ബുദ്ധിയുള്ളവൻ ഈ വലിയ ചട്ടമ്പികൾ എങ്ങനെയാണെന്നറിയാവോ? അവനോടും ബലമുള്ളവനെ അവനും തോളെ കയറ്റി വാട്ടാ, നമുക്ക് 2 പേർ കൂടെ പണി നടത്താന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തോക്കുന്നതിനെക്കാട്ടില്ല. അതിപ്പോ ട്രംപിന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, അമേരിക്കയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുമായിട്ട് കൂടിച്ചേർന്ന് പോകാൻ അവർക്ക് ചൈനയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു. ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർന്ന് പോയാൽ മതിയായിരുന്നു. ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ ചൈന പോലും മടിച്ചിരുന്ന മറുപടി പറയും. ചൈന ഇപ്പൊ മറുപടി പറഞ്ഞു തുടങ്ങി. ചൈനയ്ക്ക് മനസ്സിലായി മറുപടി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അല്ലാണ്ട് ഇന്ത്യ മറുപടി പറയുന്നത്. പിന്നെ എനിക്കെന്താ മറുപടി പറഞ്ഞു? ഇനി ഓരോ രാജ്യങ്ങളും മറുപടി പറയും.
മനസ്സിലായില്ലേ? വലിയ ചട്ടമ്പി കയറും. ഞാനിപ്പോ പറഞ്ഞ റോഡിൽ കിടന്ന് അടി മേടിച്ചാൽ പിന്നെ പൂരം പൂരം അടി മേടിക്കും. അതായത് ഈ ട്രംപ് എന്ന് പറയുന്ന ഈ വിഡ്ഢി കുശ്മാണ്ഡം ഇത്രയും കാലത്തിനകത്ത് നൂറ്റാണ്ടുകളായിട്ട് അമേരിക്ക ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പോറുണ്ടല്ലോ, രാജാവ്, ഞാൻ താൻ രാജാവ്, അല്ല ലോകത്തിന്റെ എല്ലാം രാജാവ്, ലോകത്തിന്റെ എല്ലാം പ്രസിഡന്റ് എന്നുള്ള പദവി ഇതോടുകൂടി പോകും. ഇത് കളിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിയോടും നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യയോടും. പണ്ടത്തെ ഇന്ത്യയോട് പറയാൻ പറ്റത്തില്ല. നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അയാളുടെ മുമ്പിൽ വെല്ലുവിളി നടത്തിയവരൊന്നും ഒരു രാജ്യവും ആ വെല്ലുവിളി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ പിന്നെ കണ്ടിട്ടില്ല. ഇതെന്തോ രാശിയാന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ കണ്ട കഥയാണ് ഞാൻ ഈ പറയുന്നത്. പെട്ടുപോകും കേട്ടോ. പെട്ടുപോകുന്ന പറയാൻ വീണുപോകും. ഈ അമേരിക്ക ട്രംപ് നരേന്ദ്രമോദി അടുത്ത് വെല്ലുവിളിച്ചാൽ ഈ പറയുന്ന ട്രംപ് പെട്ടുപോകും, അമേരിക്ക പെട്ടുപോകും. ഈ പറയുന്നത് പോലെ ലോകക്രമം നിയന്ത്രിക്കുന്നതിന്റെ കൂട്ടത്തിൽ റഷ്യയും ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും ഒക്കെ ഉള്ള ഒരു ലോകക്രമത്തിലേക്ക് കാര്യമ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വെല്ലുവിളിച്ച് 8-ാം തീയതി തൊട്ട് പ്രാബല്യത്തിൽ വരത്തുള്ളൂ. കാരണം ഇദ്ദേഹം വിചാരിച്ച് ട്രംപ് ഉടനെ അടുത്ത് ഫോൺ എടുത്ത് വെച്ച് അയ്യോ ചേട്ടാ ട്രംപ് വിചാരിച്ചു ഉടനെ ഈ നരേന്ദ്രമോദി ഫോൺ എടുത്ത് വെച്ച് അയ്യോ ചേട്ടാ ആ താരിഫ് മാറ്റണേ ചേട്ടാ, ഒന്ന് ശരിയാക്കണേ ചേട്ടാ, ചേട്ടൻ പറയുന്ന പാലിവിടെ വെക്കാൻ ചേട്ടാ, അല്ലെങ്കിൽ മക്കറി ഇവിടെ വെക്കാൻ ചേട്ടാ, ചേട്ടൻ എന്നെ ക്ഷമിക്കണേ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പുള്ളി വിളിക്കാനൊന്നും പോയിട്ടില്ല. എന്റെ പടം കയറും കേട്ടോ. പടം കയറുന്ന പറഞ്ഞാൽ ഇതുവരെ ഉള്ളതുപോലെ പല കാര്യത്തിനകത്തും തീരുമാനം എടുത്തതുപോലെ ഈ തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഞാൻ തമാശ വരുവാണല്ലോ. അപ്പൊ അതാണ് ഇന്ത്യയുടെ ഒരു അവസ്ഥ. ആ സമയത്ത് ഒരു ഒരു ബോധവും ഇല്ലാത്ത ഒരു പൊട്ടം പറയുന്നുണ്ട് ട്രംപ് പറയുന്നതെല്ലാം ശരിയാണ്, വിമാനം വീണെന്നും ശരിയാ, ഇപ്പൊ പറയുന്ന എക്കണോമി ഡെഡാന്ന് പറയുന്നത് ശരിയാ. മിക്കവാറും ഇയാളെ വേറെ ആരും കൈകാര്യം ചെയ്യേണ്ടി വരത്തില്ല. ആ കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ നിവർത്തിയിടുമ്പം ഈ ചെലന്തിയെ തിന്നുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? ചെലന്തിയുടെ പള്ളക്ക് മുട്ട വിരിഞ്ഞിട്ട് ആ ചെലന്തി കുഞ്ഞുങ്ങൾ ഈ തള്ളെ തിന്നാ വളരുന്നത് എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. BJP ഒന്നും പറയാൻ പറ്റില്ല. കാരണം BJPക്ക് ഇതൊരു അസറ്റാ. അവരെ ഈ ഒരു സാധനം ഇരിക്കുന്നിടത്തോളം കാലം ഈ അവർക്ക് അവരുടെ ജോലി വളരെ കുറഞ്ഞിരിക്കും. കാരണം ഇങ്ങനെ ഇപ്പൊ ഇന്നത്തെ ഒരു ആ പ്രസ്താവനയോട് കൂടി ശത്രു പോലും പറഞ്ഞത് ഇവൻ ഈ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ശത്രുക്കൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ആളാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവനെ കൈകാര്യം ചെയ്യേണ്ട സമയമായില്ല എന്നുള്ള രീതിയിൽ സാധാരണക്കാർ പോലും പറഞ്ഞു തുടങ്ങി. കാരണം ഇത് പുള്ളി വിചാരിക്കുന്നത് ഒക്കെ ഒരു ശരിയാ, ഇതാ പ്രോത്സാഹനം. പക്ഷെ അറിയത്തില്ലല്ലോ ഇന്ത്യ ഇയാളുടെ കൂട്ടല്ലല്ലോ, രാജ്യത്തിനകത്ത് നിൽക്കുന്ന ഇന്ത്യ ജനത പാർട്ടിയൊക്കെ ശരിയാ, സംവിധാനങ്ങളൊക്കെ ശരിയാ. ഇന്ത്യക്ക് നോക്കുന്ന ഒരു വിഷയം വരുമ്പോൾ രാജ്യസ്നേഹികളെല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും. അതാണല്ലോ ഇന്ത്യയുടെ വിജയം. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പം ഏതായാലും ഈ പറഞ്ഞതുപോലെ ഒരു മറ്റേ ഇവരുടെ കുടുംബത്തിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ കൊല്ലപ്പെട്ടു, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ കൊല്ലപ്പെട്ടു. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകരുത് എന്ന് കോൺഗ്രസിനകത്ത് തന്നെ, കാരണം കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ അടുത്ത നടന്ന കുറച്ച് സംഭവങ്ങൾക്ക് ശേഷം, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് കുറേ പ്രസ്താവനകളും ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റിലൊക്കെ പറഞ്ഞത് കേട്ടായിരിക്കുമല്ലോ സർ. അതുപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഡെഡ് എക്കോണമി, ഇതെല്ലാം കേട്ടിട്ട് തോന്നുന്ന ഇദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പേ തന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലുമെന്നാണ് തോന്നുന്നത്. ഇല്ല, അത് യാതൊരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണല്ലോ. അമിത്ഷാ യാതൊരു കാരണവശാലും അനുവദിക്കുന്ന ഒരു അവസ്ഥയില്ല. കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്. വേറെ കാര്യമൊന്നുമില്ല, ഇതിനെ അവർക്ക് വേണം. അവരുടെ ഒരു അജണ്ട ഈ മോദി പറഞ്ഞിട്ടില്ലേ, ഈ ഇന്ത്യക്കകത്ത് കോൺഗ്രസ് മുക്ത ഭാരതം, അത് ഇയാളെ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർക്ക് അതിന്റെ പുറകെ കൂടുതൽ മെനക്കെടേണ്ട ഒരവസ്ഥയില്ല. അതുകൊണ്ട് ആ രീതിയിലൊന്നും ആരും വ്യാമോഹിക്കേണ്ട. ഇവര് ഈ വിജയ് പറഞ്ഞ ഞാനിപ്പോ തമാശ രൂപേണ പറഞ്ഞെങ്കിലും ഈ ഒരു ആലോചന കോൺഗ്രസിനകത്ത് പലവട്ടം നടന്നിട്ടുണ്ട്. ഈ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കോൺഗ്രസിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ മരണം. ആ മരണം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ദുരൂഹമാണ്. കാരണം ആ മരണത്തിനകത്ത് 2 പേര് സിഖ് കലാപത്തിന്റെ പേര് പറഞ്ഞ് കൊന്ന 2 പേര് അവസാനം ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാധ്യമത്തിന് തൂക്കിക്കൊല്ലുന്നതിന്റെ ഒരാളെ അവിടെ വെച്ച് തന്നെ തൂക്കിക്കൊല്ലുന്നതിന്റെ വെളുപ്പിനെ ഇന്ത്യ ടുഡേ മാധ്യമത്തിൽ ആ തൂക്കിക്കൊല്ലാൻ നിർത്തിയിരുന്ന ആള് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞങ്ങളല്ല അത് ചെയ്തത്, ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്, കോൺഗ്രസ് ചെയ്യിച്ചതാണ്. അന്ന് ഇത് വേറെ ഞാൻ പറയുന്നില്ല, അദ്ദേഹം നേതാവിന്റെ പേരൊക്കെ അറിയാവുന്ന ഒരു നേതാവിന്റെ പേര് അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു അവസാനം ഇയാൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിളിച്ചോണ്ട് കാരണം അവിടുത്തെ പറഞ്ഞു നിന്റെ കുടുംബം തീർത്ത് കളയും, ഇന്ദിരാഗാന്ധിയെ കൊന്നു തരണം, അല്ലെങ്കിൽ നിന്റെ പെങ്ങളെയും നിന്റെ ഭാര്യയും ഒക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും എല്ലാം കൊന്നുകളയും. അങ്ങനെയാണ് ആ മരണം. അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ മരണം എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തമിഴ്നാട്ടിൽ വെച്ച് നമ്മൾ മരണമടയുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസിന്റെ ഒരു നേതാവ് വന്നാൽ അതിനകത്ത് ഈ ബൂത്ത് പ്രസിഡന്റ് വരെ സ്റ്റേജ് ചാടി കയറുന്നിടത്ത് അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നു?
ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന വേദിയിൽ എത്ര പേരുണ്ട്, എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്? കേവലം പോട്ടെ, ഒരുത്തർ മണ്ഡലം പ്രസിഡന്റ് മരിച്ചോ? അവിടുത്തെ ഇന്ത്യ DCC നമ്മുടെ ഇവിടുത്തെ കൂട്ട് ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ്സുകാർ, ആ രണ്ട് മരണവും ഓപ്പറേറ്റ് ചെയ്ത ആരെന്നൊക്കെ അറിയാം. അപ്പൊ അതേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഒരു രീതിയിലും വരത്തില്ലെങ്കിൽ ഈ സാധനത്തിനെ കൈകാര്യം ചെയ്തിട്ടെങ്കിലും തിരിച്ചു പോരാ, കോൺഗ്രസ് തിരിച്ചു വരുന്ന രീതിയിലേക്ക് ആലോചിക്കുന്ന ഒരു അവസ്ഥയുള്ള അത്തരത്തിൽ പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സെക്യൂരിറ്റി BJP കൃത്യമായിട്ട് കൊടുക്കും. അങ്ങനൊന്നും പഴയ കളിയൊന്നും നടക്കത്തില്ല, ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ആ രീതിയിലൊന്നും ആരും വ്യാമോഹിക്കാൻ വേണ്ട. ഇനി ഇതിനെ അങ്ങ് കൈകാര്യം ചെയ്തിട്ട് അധികാരത്തിൽ വരാമെന്ന് വിചാരിച്ചാലും അത് സമ്മതിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതൊക്കെ കണ്ട് അനുഭവിച്ച് എന്തൊക്കെ നടക്കും എന്നുള്ളതിനെ പറ്റി ആലോചിച്ച്, അല്ലെങ്കിൽ അതൊക്കെ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന അത്തരത്തിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു അമിത്ഷായും ഈ പറയുന്നത് പോലെ അജിത് ഡോവലും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഒക്കെ ഭരിക്കുന്ന ഒരു രാജ്യമാണ്. ഏതായാലും ഈ ഇദ്ദേഹത്തിന് 8ന്റെ പണി ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ കുത്തിലൂടെ കിട്ടും ട്രംപിന്. അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ഒരു നല്ലൊരു ബഫൂൺ അല്ലെങ്കിൽ ഒരു നല്ല ജോക്കറായിട്ട് ഈ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി ചരിത്രത്തിന്റെ താളുകൾ അമേരിക്കയെ നശിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള ഒരു പേര് ഒക്കെ ഇട്ട് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും.